പരമാത്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ആത്മോപദേശ ശതകം 16-ാമത്തെ മന്ത്രമാണ് ഇന്ന് നമ്മൾ ഇവിടെ മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു. അധിക വിശാലമരുപ്രദേശം ഒന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം. ശ്രുതികളിൽ വീണു തുറക്കും അക്ഷിയെന്നും യഥമിയലും യതിവര്യൻ ആയിടേണം. അധിക വിശാലമരുപ്രദേശം ഒന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം. ശ്രുതികളിൽ വീണു തുറക്കും അക്ഷിയെന്നും യഥമിയലും യതിവര്യൻ ആയിടേണം. നമുക്ക് ഈ മന്ത്രത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. അധിക വിശാല മരുപ്രദേശം, വളരെ വിശാലമായ മരുഭൂമിയിൽ ഒന്നായി ആകവേ നദി പെരുകുന്നതുപോലെ, നദി കരകവിഞ്ഞൊഴുകുന്നതുപോലെ നാദം വന്ന്, പ്രണവധ്വനി ഉറവ പൊട്ടി വന്ന്, ശ്രുതികളിൽ വീണ് ഉൾക്കാതിൽ വീണ് തുറക്കും അക്ഷി, അകക്കണ്ണു തുറപ്പിക്കുന്നു എന്നും യഥമിയലും, ഇതിന് എപ്പോഴും യമനം ശീലമാക്കിയ യതിവര്യൻ ആയിടേണം, സന്യാസി ശ്രേഷ്ഠൻ ആയിരിക്കണം. ഒരിക്കൽ കൂടി പറയാം. വളരെ വിശാലമായ മരുഭൂമിയിൽ ആകവേ നദി കരകവിഞ്ഞൊഴുകുന്നത് പോലെ പ്രണവധ്വനി ഉറവ പൊട്ടി വന്ന് ഉൾക്കാതിൽ വീണ് അകക്കണ്ണു തുറപ്പിക്കുന്നു. ഇതിനെപ്പോഴും യമനം ശീലമാക്കിയ സന്യാസി ശ്രേഷ്ഠൻ ആയിരിക്കണം. കുറച്ചുകൂടി ആഴത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ശ്ലോകം തൃപാദങ്ങൾ ആത്മാനുഭവത്തെ വളരെ കാവ്യാത്മകമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പരന്ന് വിശാലമായി കിടക്കുന്ന മരുഭൂമി, ആ ഭൂമി ചൂടുകൊണ്ട് തപിച്ചിരിക്കുകയാണ്, അല്ലേ? വളരെ പരന്ന് വിശാലമായി കിടക്കുന്ന ഒരു മരുഭൂമി, അത് ചുട്ടുപഴുത്തിങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് ആ മരുഭൂമി മുഴുവൻ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ജലപ്രവാഹം ഉറവ പൊട്ടി വരികയാണെങ്കിൽ ആ അനുഭവം നമ്മുടെ സങ്കല്പത്തെ പോലും അതിശയിപ്പിക്കുന്നതാണ്. അങ്ങനെയല്ലേ? ചുട്ടുപഴുത്ത് കിടക്കുന്ന മരുഭൂമിയിലേക്ക് ഉറവജലം പ്രവഹിക്കുകയാണ്. അങ്ങനെ അത് തണുത്ത് ശാന്തമാകുന്ന ആ നിമിഷം നമ്മുടെ സങ്കല്പത്തിലൊന്ന് നനച്ചേ, അപ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. മരുഭൂമിയുടെ തപ്ത ഹൃദയത്തിൽ നദിയുടെ നനവ് പടർന്ന് സുഖശീതളിമ പകരുന്ന ഒരു അനുഭൂതി. അതുപോലെയാണ് അന്തരാത്മാവിൽ നാദം ഉതിർന്നു വന്ന് ഉൾക്കാതുകളിൽ വീണ് ജ്ഞാനചക്ഷുസിനെ തുറന്നു തരുന്നത്. അവാച്യസുന്ദരമായ അനുഭൂതിയാണ് തൃപാദങ്ങൾ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. നമ്മുടെ രണ്ട് കാതുകൾക്കും അപ്പുറത്ത് അറിവിൻ്റെ മാധുര്യമൂറുന്ന നാദം ശ്രവിക്കുന്ന ഒരു ശ്രോത്രമുണ്ട്. അത് ഉണരണമെങ്കിൽ ശ്രദ്ധ വേണം. ഇവിടെ പറയുന്ന കണ്ണ് ജ്ഞാനചക്ഷുസാണ്. സമസ്തതയിലും ആത്മസാന്നിധ്യം ദർശിക്കുന്ന കണ്ണാണ് ജ്ഞാനചക്ഷുസ്. ആത്മസംയമനം ശീലമാക്കിയ ഒരു സന്യാസിവര്യന് മാത്രമേ ഈ അനുഭൂതി കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 16-ാം മന്ത്രത്തിൻ്റെ ലഘുവ്യാഖ്യാനമാണ് നമ്മളിവിടെ നടത്തിയത്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.